ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 90,792 പേരാണ് ഇന്നലെ 18-ാം പടി കയറിയത്. തിരക്ക് മൂലം ഇന്നലെ ദർശന സമയം നീട്ടിയിരുന്നു. പുതുവർഷ ദിനത്തിലും തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നും പൂർണ്ണമാണ്. അതേസമയം ഇന്നലെ സന്നിധാനത്തെ പുതുവത്സര ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി തന്നെ ഉണ്ടായിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ കർപ്പൂരം കത്തിച്ചു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും കിരൺ കുമാർ ചേരുന്നു. കിരൺ, പുതുവത്സരത്തിലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. വിവരങ്ങൾ കിരണിലേക്ക് എത്താം. കഴിഞ്ഞ ദിവസം വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമലയിലും സന്നിധാനത്തും ഉണ്ടായത്. പുതുവർഷ ദിനത്തിൽ അയ്യനെ കണ്ട് തൊഴുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. 90,792 പേരാണ് ഇന്നലെ 18-ാം പടി കയറിയത്. അതുമാത്രമല്ല, ഇന്നലെ ദർശന സമയം തിരക്ക് മൂലം നീട്ടി നൽകുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. പുതുവർഷ ദിനമായ ഇന്നും അതേ രീതിയിലുള്ള തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ നടത്തുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നും പൂർണ്ണമായിരിക്കുകയാണ്. കിരൺ ചേരുന്നു. കിരൺ, വിവരങ്ങൾ. ഈ പുതുവർഷ ദിവസത്തിലും ശബരിമലയിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മുതൽ തന്നെ വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നോക്കിയാൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിലാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. ഇന്നലെ തന്നെ 1 ലക്ഷത്തിനടുത്താണ് തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. അതായത് 90,792 പേരാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ നിലവിലിപ്പോൾ ക്യൂ പോകുന്നത്, അതായത് ഇന്ന് രാവിലത്തെ മാത്രം കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 8 മണി വരെ ആകുമ്പോഴേക്കും ഏകദേശം 25,000-ലധികം അയ്യപ്പന്മാർ 18-ാം പടി ചവിട്ടിയിട്ടുണ്ട്. നിലവിൽ മണിക്കൂറിൽ 4,320 എന്ന കണക്കിലാണ് അയ്യപ്പന്മാർ 18-ാം പടി ചവിട്ടുന്നത്. വലിയൊരു തിരക്ക്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടതുപോലെ തന്നെ 1 ലക്ഷത്തിനടുത്തുള്ള തിരക്ക് തന്നെയാണ് ഇന്നും അനുഭവപ്പെടുന്നത്. ഇന്നത്തെ ദിവസത്തെ മറ്റു കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കുട്ടികളാണ് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാരിൽ, അതായത് കുട്ടികളായിട്ടുള്ള അയ്യപ്പന്മാരിൽ വലിയൊരു വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അതായത് ഈ അടുപ്പിച്ചുള്ള അവധി ദിവസങ്ങൾ, ഇനി സ്കൂൾ തുറക്കാനായിട്ട് പോകുന്ന സമയം, ഈ ഒരു സമയത്തേക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടികളായിട്ടുള്ള അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ കൂടി വലിയൊരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. രോഹിണി, എന്തൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് കിരൺ? വലിയ രീതിയിലുള്ള തിരക്ക് ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണല്ലോ കരുതുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാനാകാതെ ഉഴലുന്ന പോലീസ് സംവിധാനമാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? അതോടൊപ്പം ഈ വാഹന ഗതാഗത കുരുക്ക് ഒരു തരത്തിലും ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉണ്ടല്ലോ. രോഹിണി, ഈ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി പരിശോധിച്ചാൽ ഇത് കാര്യക്ഷമമായി പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അത് ഈ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സമയത്ത് ഈ ഭക്തരെ കൃത്യമായി തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതായത് ഈ മണിക്കൂറുകളിൽ നിന്ന് ക്യൂ നിന്നതിന് ശേഷം പലരും ക്യൂവിൽ നിന്ന് ചാടിപ്പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് ക്യൂ ചാടിക്കടന്ന് അപ്പുറത്ത് കയറാനായിട്ടുള്ള ശ്രമിക്കുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ തിരക്കിൽ മണിക്കൂറുകളോളം നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് കുടിവെള്ളമോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ സൗകര്യങ്ങളോ പോലും തയ്യാറാക്കാൻ, അത് നൽകാനായിട്ട് ദേവസ്വം ബോർഡ് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. പോലീസ് വലിയ രീതിയിൽ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും സന്നിധാനത്തെ തിരക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആദ്യം മണിക്കൂറിൽ 5,000 പേര് എന്നുള്ള കണക്കിൽ 18-ാം പടി ചവിട്ടണം എന്നൊക്കെ കണക്കൂട്ടി പോലീസ് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും ഈ കാര്യങ്ങളിലും പ്രാവർത്തികമാവുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ പല സ്ഥലങ്ങളിലും പോലീസ് ഘട്ടം ഘട്ടമായിട്ട്, അതായത് പിടിച്ചു നിർത്തിയാണ് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. മാത്രവുമല്ല, ഈ ക്യൂ കോംപ്ലക്സ്, നേരത്തെ ആദ്യം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നത് ഈ ക്യൂ കോംപ്ലക്സിൽ മണിക്കൂറുകളോളം അയ്യപ്പന്മാരെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു. അത് താൽക്കാലികമായിട്ട്, അതായത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ക്യൂ കോംപ്ലക്സിൽ അയ്യപ്പന്മാരെ കടത്തി മണിക്കൂറുകളോളം കാത്തിരിക്കുന്നില്ല. പകരം അയ്യപ്പന്മാർക്ക് ഇത് ക്യൂ കോംപ്ലക്സിനുള്ളിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. അവർക്ക് അവിടുത്തെ ബാത്റൂമോ അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാം.
എന്നാൽ അയ്യപ്പന്മാരെ മണിക്കൂറുകളോളം ഇതിൽ തടഞ്ഞു നിർത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യൂവിലേക്ക് പിന്നീട് മറ്റു ക്യൂവുകളിലേക്ക് കൂടി അയ്യപ്പന്മാർക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇതിൽ ക്യൂ കോംപ്ലക്സിൽ മണിക്കൂറുകളോളം പിടിച്ചിടാത്തത് കൊണ്ട് തന്നെ മറ്റു ക്യൂവുകളിലേക്ക് അയ്യപ്പന്മാരുടെ എണ്ണം ഏതായാലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോഴും നല്ലൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ വരും ദിവസങ്ങളിലും തിരക്ക് കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലെല്ലാം വെർച്വൽ ക്യൂവിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് 80,000-ന് മുകളിലാണ്. 80,000 ആണ് നിലവിലിപ്പോൾ ബുക്കിങ്ങിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇത് 80,000 കടന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 80,000 പേർക്ക് ബുക്കിംഗ് വഴിയും നൽകുകയും മറ്റാളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും നൽകുകയാണ്. അത് നിലവിലിപ്പോൾ 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. അത് ഈ മകരവിളക്കിന്റെ ദിവസങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത് 15,000-ലേക്ക് വർദ്ധിപ്പിക്കണമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയും ദേവസ്വം ബോർഡ് നടത്തി വരികയാണ്. രോഹിണി, ശരി, സന്നിധാനത്തു നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ.